குரு என்ன மாதிரி உங்களுக்கு சொல்லித் தருவார் இதெல்லாம்? ഗുരു നമുക്ക് ഓരോ നമുക്ക് ഫസ്റ്റിൽ വന്നിട്ട് ജാതകാദേശം എന്നുള്ള ബുക്ക് ഇരിക്കുന്നത്. അപ്പോൾ ആ ജാതകാദേശത്തിലുള്ള ബുക്കെല്ലാം പഠിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാർഗം എന്നുള്ളതാണ്. അതുക്കപ്പുറം ഹോര, അതുക്കപ്പുറം ദശാധ്യായി, അതുക്കപ്പുറം ആര്യഭടീയം, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഓരോന്നും നമുക്ക് അതിൽ എവിടെ ശ്ലോകങ്ങൾ എടുക്കും അതെല്ലാം ചൊല്ലിത്തരും. അത് ചൊല്ലിത്തരുന്നത് നമ്മൾ മൊത്തமாக മണ്ടയിലേറി ഉൾക്കാര വയ്ക്കും വേണം. എന്നാൽ ഇത് ഇവളെല്ലാം പഠിച്ചിട്ട് നമ്മൾ ഇതെല്ലാം തേവയ്ക്ക് ഭയപ്പെടുത്തുമെന്നാണ് എല്ലാ ഇടത്തിലും അത് തേവപ്പെടുമില്ല. അത് നമ്മൾക്ക് ആ സമയം എന്നുള്ളത് വരുമ്പോൾ ഈ പഠിച്ചതുക്കും നമ്മൾ ചൊല്ലണതും ரொம்ப ഡിഫറൻസ് ഇരിക്കും. അത് നമ്മളുടെ ദൈവാനുഗ്രഹം, കടവുളോட അനുഗ്രഹം കൊണ്ട് വരുന്നതാണ് ആ ഫലങ്ങൾ. என்ன மாதிரி தண்டனை கொடுப்பார் குரு? ദണ്ഡനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത നേരത്തിൽ അവരെ കയ്യിൽ എന്നാ കിടക്കുന്നോ അത് വെച്ച് തന്നെ കിടക്കും. അത് ഇന്നത് എന്നുള്ളതില്ല. അത് നമ്മൾ ഒരാൾക്കാകെ ചൊല്ലിക്കൊടുക്കണതില്ല. അപ്പം ഞാൻ കോഴിക്കോട് പഠിക്കുമ്പോൾ 7 പേര് ഇരുന്നത്, 7 പേര് ഉட்கார்ந்து പഠിച്ചது தான். എന്നോട് அப்பா கிட்டையும் வந்துட்டு இதே மாதிரி நிறைய பேர் படித்து போய் இன்னைக்கு நல்லா தான் இருக்கிறேன். ആരുമേ ജ്യോതിഷം പഠിച്ചു പോയിട്ട് വേറെ വേല ചെയ്യണവരില്ല. ഞാനും അതേമാതിരി പഠിക്കുമ്പോൾ ഞങ്ങൾ കൂടെ എല്ലാവരും ജ്യോതിഷം தான் பார்த்துட்டு இருக்கிறேன். அது ഓരോ ബാച്ചായിട്ട് സംസ്കൃത വിദ്യാപീഠം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഫറൂഖിലിരുന്നത്. அந்த വിദ്യാപീഠത്തിൽ 5 വർഷത്തെ കോഴ്സ് ഇതായിരുന്നത്.